തൃശൂരിൽ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു വീഴ്ത്തി ഗുരുതര പരിക്കേറ്റ ബിനസ് ഡേവിഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒല്ലൂർ മരത്താക്കര നെല്ലിച്ചോട് വെച്ച് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവ് സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? എന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാകുന്നത്? രുചീഷ്, തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ അന്വേഷണമാണ് ഈ സംഭവത്തിന് പിന്നാലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് തൃശൂർ ഒല്ലൂർ മരത്താക്കരയിൽ വെച്ച് നെല്ലിച്ചോട് വെച്ച് ഈ ആക്രമണം നടക്കുന്നത്. ബിനസ് ഡേവിഡ് എന്ന 37 വയസ്സുകാരൻ വീട്ടിൽ നിന്നും ജോലി ആവശ്യം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്നതിനിടയിൽ ഈ നെല്ലിച്ചോട് ജംഗ്ഷനിൽ ബൈക്കിൽ നിൽക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടക്കുന്നത്. പതിയിരുന്നെത്തിയ ആക്രമി ഹെൽമെറ്റ് വെച്ച് തല മറച്ചിരുന്നു. അതിനുശേഷം ഇയാളെ തടഞ്ഞു നിർത്തി തലയ്ക്ക് ചുറ്റിക വെച്ച് അടിക്ക് കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ആളുകൾ ഓടിക്കൂടുന്ന സമയം കൊണ്ട് തന്നെ ആക്രമണം നടത്തി പ്രതി രക്ഷപ്പെട്ടിരുന്നു. വൈകുന്നേരം രാത്രി സമയത്ത് മഴയുണ്ടായിരുന്നതിനാൽ അധികം ആളുകൾ ഈ സമയത്ത് ഈ പരിസര പ്രദേശങ്ങളിലായിരുന്നു. ദൂരെ നിന്നും ഈ സംഭവം കണ്ട ആളുകളാണ് ഓടിക്കൂടിയതും പിന്നീട് അക്രമിയെ പിടിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം. ആ സമയം കൊണ്ട് തന്നെ ഇയാൾ വാഹനത്തിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ ബിനസിനെ നാട്ടുകാർ തന്നെ ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ, ആരാണ് ആക്രമണം നടത്തിയതെന്നുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തുകയാണ്. ബിനസുമായി ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്ന ആളുകളാണോ ആക്രമണത്തിൽ നടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം തന്നെ നടത്തും. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അക്രമി രക്ഷപ്പെട്ട വാഹനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട്, വാഹനത്തിൻ്റെ നമ്പറുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബിനസിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ്. ആശുപത്രി അധികൃതർ അങ്ങനെയും അറിയിക്കുന്നു. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് അറിയിക്കുന്നത്. രുചീഷ്.